ഈ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യാൻ നല്ല ധനം വരും അല്ലെ, നല്ല പൈസയാവുന്നൊക്കെ ഓർക്കാം. ഓക്കെ, പോലീസ് സ്റ്റേഷനിൽ പോലീസൊക്കെ ഒരു കുറ്റിയും പിടിച്ചൊക്കെ നിൽക്കാന്നൊക്കെ ഓർക്കാം, നമ്മുടെ ലാത്തിയായിട്ടൊക്കെ. അപ്പൊ മോണലിസ ചിത്രത്തിന് ഒരുപാട് ലവേഴ്സ് ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ 20 ഡേയ്സ് കറക്റ്റ് ചാലഞ്ചിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലാസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ ഇതുവരെയായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫെബ്രുവരി മാസം 2024 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കാം. 2024 ജാനുവരിയിൽ ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനായത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ചെമ്പൈ സോറൻ ആണ്. ആരാണ്? ചെമ്പൈ സോറൻ. ചെമ്പൈ സോറൻ. ഓക്കെ, ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി. അപ്പൊ ജാർഖണ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാം ഒരു ചെമ്പിന്റെ ജാറാണെന്ന് ഓർക്കാം അല്ലെ. ചെമ്പിന്റെ ജാറാണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ചെമ്പൈ സോറൻ. ചെമ്പൈ സോറൻ. 2023 കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്തിട്ടുള്ളത് ഏത് പോലീസ് സ്റ്റേഷനാണ്? കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. ഓക്കെ, 2023 കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷൻ അല്ലെ. പോലീസ് സ്റ്റേഷനിൽ പോലീസൊക്കെ ഒരു കുറ്റിയും പിടിച്ചൊക്കെ നിൽക്കാന്നൊക്കെ ഓർക്കുക, നമ്മുടെ ലാത്തിയായിട്ടൊക്കെ കുറ്റിയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. 2023 കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തിട്ടുള്ളത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ്. ഇനി അടുത്ത് നോക്കാം. കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനം അനുസരിച്ച് 29 രൂപയ്ക്ക് ലഭ്യമാകുന്ന അരിയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഭാരത് റൈസ് ആണ് കേട്ടോ. അപ്പൊ കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനം അനുസരിച്ച് 29 രൂപയ്ക്ക് ലഭ്യമാകുന്ന അരി ഏതാണ്? ഭാരത് റൈസ്. ഓക്കെ, ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായിട്ടുള്ള വായു ശക്തി 2024 വേദിയാണ് ചോദ്യം. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായിട്ടുള്ള വായു ശക്തി 2024 പൊക്രാനാണ്. ഏതാണ്? പൊക്രാനാണ്. അപ്പൊ വായുവിന് നല്ല ശക്തി ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും പൊക്കിക്കൊണ്ട് പോകാൻ പറ്റും അല്ലെ. അപ്പൊ പൊക്രാൻ എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള കടമ്മനിട്ട പുരസ്കാരത്തിന് 2024 അർഹനായിട്ടുള്ളത് ആരാ? റഫീഖ് അഹമ്മദ് ആണ്. റഫീഖ് അഹമ്മദ്. ഓക്കെ, കടമ്മനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള കടമ്മനിട്ട പുരസ്കാരത്തിന് 2024 അർഹനായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ റഫീഖ് അഹമ്മദ്. ഓക്കെ, അപ്പൊ കടം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറെ ആൾക്കാർ റഫായിട്ടൊക്കെ നമ്മുടെ അടുത്ത് പെരുമാറും അല്ലെ. കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ റഫായിട്ടൊക്കെ പെരുമാറുന്ന ഓർക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ 2024 ജാനുവരിയിൽ ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ചെമ്പൈ സോറൻ അല്ലെ. 2023 കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തിട്ടുള്ളത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനം അനുസരിച്ചിട്ട് 29 രൂപയ്ക്ക് ലഭ്യമാകുന്ന അരി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഭാരത് റൈസ് ആണ്. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായുള്ള വായു ശക്തി 2024 വേദി പൊക്രാനാണ്. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള കടമ്മനിട്ട പുരസ്കാരത്തിന് 2024 അർഹനായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് റഫീഖ് അഹമ്മദ് ആണ്. ഓക്കെ, സെറ്റ് അല്ലേ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് അത് മാനഞ്ചിറ സ്ക്വയർ പാർക്ക് ആണ് കേട്ടോ. ഓക്കെ, കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനഞ്ചിറ സ്ക്വയർ പാർക്ക്. ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. കോഴിക്കോട് ജില്ലയിലെയാണ്. അടുത്ത പോയിന്റ് 2024 വിന്റർ ഗെയിംസിന്റെ വേദികളാണ് കേട്ടോ. വിന്റർ ഗെയിംസിന്റെ വേദികൾ ഏതൊക്കെയാണ്? ലേയും ഗുൽമാർഗും ആണ്. വിന്റർ ഗെയിംസ്. അപ്പൊ വിന്റർ എന്ന് പറയുമ്പോൾ ഫുൾ ഐസ് അല്ലേ. അപ്പൊ നമുക്ക് കളിക്കാൻ വലിയ മാർഗമൊന്നും ഇല്ല എന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ ഗുൽമാർഗും ഉണ്ട്, ലേയും ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ 2024 വിന്റർ ഗെയിംസിന്റെ വേദികൾ എവിടെയൊക്കെയാണ്? ലേയും ഗുൽമാർഗും ആണ്. ഓക്കെ, ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 45ാമത്തെ ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി എവിടെയാ? ബുഡാപെസ്റ്റ്, ഹംഗറി. ഓക്കെ, ഹംഗറി. അപ്പൊ ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് കണ്ടു നോക്കിയേ. മോനിത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ, ക്ഷീണം മാറട്ടാ. ഈ ഒരു ക്ലിപ്പിൽ പറയുന്ന പോലെ ചെസ് കളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മുടെ വീട്ടുകാരൊക്കെ വാങ്ങിച്ചു തരുന്നൊക്കെ ഓർക്കുക കേട്ടോ. അപ്പൊ ഹംഗറി ആണെങ്കിലും ചെസ് കളിക്കുന്ന സമയത്ത് വീട്ടുകാർ വാങ്ങിച്ചു തരുന്ന ഓർത്ത് വയ്ക്കാം. അങ്ങനെ ഹംഗറി ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ബുഡാപെസ്റ്റ്, ഹംഗറി. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. വനമിത്ര പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഹരിയാനയാണ്. വനമിത്ര പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഹരിയാന. ഓക്കെ, അപ്പൊ വനം എന്നൊക്കെ പറയുമ്പോൾ ഒരു പച്ച കളർ അല്ലെ. അപ്പൊ പച്ച കളറുള്ള ഹരിതയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഹരിയാന, ഹരിയാന ആയിട്ടൊന്ന് ഓർക്കുക കേട്ടോ. വനമിത്ര പദ്ധതി ആരംഭിച്ചുള്ള സംസ്ഥാനം ഹരിയാന. സംസ്ഥാനത്ത് വേനൽ ചൂട് ശക്തമാകുന്ന സാഹചര്യത്തിൽ കുട്ടികളിൽ നിർജ്ജലീകരണം ഒഴിവാക്കാൻ സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട്. അതാണ് വാട്ടർ ബെൽ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ ബെൽ. അപ്പോൾ വാട്ടർ ബെല്ലിന്റെ ടൈമിൽ എല്ലാവരും കുട്ടികളൊക്കെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. സംസ്ഥാനത്ത് വേനൽ ചൂട് ശക്തമാകുന്ന സാഹചര്യത്തിൽ കുട്ടികളിൽ നിർജ്ജലീകരണം ഒഴിവാക്കാൻ സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് വാട്ടർ ബെൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം. ഇന്ത്യയിലെ ആദ്യ സാക്ഷരതാ ജില്ല കാസർഗോഡാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏതാണ്? കാസർഗോഡ്. കാസർഗോഡ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിക്കുക. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനഞ്ചിറ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനഞ്ചിറ.
2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഓക്കെ. അപ്പൊ 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഉത്തരാഖണ്ഡാണ്. ഓക്കെ. അപ്പൊ ഉത്തരം കാണാൻ വേണ്ടിയിട്ട് ഈ എക്സാമിനൊക്കെ കോപ്പി അടിക്കുന്ന സമയത്ത് ഉത്തരം കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൈ വെച്ചൊക്കെ പല കോഡുകൾ കാണിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒന്ന് വേണമെങ്കിൽ ഓർക്കാം, സിവിൽ കോഡാണ്. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്? തൃശ്ശൂരാണ്. നമ്മൾ പറഞ്ഞു എത്ര രൂപയായിരുന്നു അതിന്? 29 രൂപ അല്ലെ. നമ്മൾ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞിരുന്നതാണ് 29 രൂപയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഭാരത് റൈസ്. ഓക്കെ. ഇനി അടുത്ത പോയിന്റ്, 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? US, മെക്സിക്കോ, കാനഡ. ഓക്കെ, നമുക്ക് മാക്ക് എന്ന് ഓർക്കാം. നമ്മുടെ ആപ്പിളിന്റെ ഒക്കെ മാക്ക് എന്ന് ഓർക്കാലോ അല്ലെ. അപ്പൊ മെക്സിക്കോ ഉണ്ട്. പിന്നെ എ എന്ന് പറയുമ്പോൾ നമുക്ക് USA ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അമേരിക്ക ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. പിന്നെ സി, കാനഡ. ഓക്കെ, അപ്പൊ മാക്ക് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. M ഫോർ മെക്സിക്കോ, A ഫോർ അമേരിക്ക, C ഫോർ കാനഡ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്ത പോയിന്റ് നോക്കാം. പരിസ്ഥിതി ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചുള്ള സംസ്ഥാനം കേരളം. പരിസ്ഥിതി ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചുള്ള സംസ്ഥാനം കേരളം. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായിട്ടുള്ള വ്യക്തിയാണ് പ്രേമ ധൻരാജ് കേട്ടോ. പ്രേമ ധൻരാജ്. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായിട്ടുള്ള വ്യക്തിയാണ് പ്രേമ ധൻരാജ്. നമുക്കറിയാം ഈ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യാൻ നല്ല ധനം വരും അല്ലെ, നല്ല പൈസയാവുന്നൊക്കെ ഓർക്കാം. ഓക്കെ, അപ്പൊ ധൻരാജ് ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ പത്മശ്രീ പുരസ്കാരമാണ്, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ ചെയ്യാം കേട്ടോ. പരിചരണത്തിനും പുനരധിവാസത്തിനുമായിട്ട് രൂപീകരിച്ചിട്ടുള്ള സംഘടനയാണ് അഗ്നിരക്ഷ. ഒന്ന് ഓർത്തു വെച്ചേക്കുക, അഗ്നിരക്ഷ. ഓക്കെ, അപ്പൊ 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായിട്ടുള്ള വ്യക്തി ആരാണ്? അത് പ്രേമ ധൻരാജ്. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിനുമായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കെയർ അല്ലെ. തുടക്കത്തിലേ കണ്ടുപിടിക്കുക, അപ്പൊ നമ്മൾ കെയർ ചെയ്യണം അല്ലെ. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലേ കണ്ടെത്തി ലഭ്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിനുമായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കെയർ എന്ന് പറയുന്നത് കേട്ടോ. കെയർ. അടുത്ത പോയിന്റ് നോക്കാം. അടുത്തിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? PR ശാരദയുടെ ആണ് കേട്ടോ. ഫോർവേഡ് PR ശാരദയുടെ ആണ്. അപ്പോ നമുക്ക് ഈ ഫോർവേഡ് എന്ന് കേൾക്കുമ്പോൾ പറയാലോ, ഒന്നല്ലെങ്കിൽ ഹോക്കി അല്ലെങ്കിൽ ഫുട്ബോൾ ആണ് വരുന്നത്. അപ്പൊ ഹോക്കി താരമായിട്ടുള്ള മുൻ ഹോക്കി മലയാളി താരമാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക, PR ശാരദ കേട്ടോ. അപ്പോ അടുത്തിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഫോർവേഡ് എന്ന ആത്മകഥ ആരുടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് PR ശാരദയുടെ ആണ്, മുൻ ഹോക്കി മലയാളി താരം. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സുകൾ ഒന്നും കൂടെ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സുകൾ തൊട്ട് നമുക്ക് തുടങ്ങാം. എന്തൊക്കെയായിരുന്നു? വനമിത്ര പദ്ധതി ആരംഭിച്ചുള്ള സംസ്ഥാനം ഹരിയാന. ഓർമ്മ കിട്ടുന്നുണ്ടല്ലോ. സംസ്ഥാനത്ത് വേനൽ ചൂട് ശക്തമാക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളിൽ നിർജ്ജലീകരണം ഒഴിവാക്കാൻ സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനം വാട്ടർ ബെല്ലാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല കാസർഗോഡ്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനഞ്ചിറയാണ്. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡ്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്? തൃശ്ശൂര്. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങൾ മാക്ക് അല്ലെ. മെക്സിക്കോ, അമേരിക്ക, കാനഡ. പരിസ്ഥിതി ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചുള്ള സംസ്ഥാനം കേരളമാണ്. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധമായിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രേമ ധൻരാജ് ആണ്. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിൽ കണ്ടെത്തി ലഭ്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിനുമായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി കെയർ ആണ്. ഫോർവേഡ് PR ശാരദയുടെ. ഇനി അടുത്ത് നോക്കാം. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കെ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സ്ത്രീകളെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ എന്നൊക്കെ ഓർക്കുക കേട്ടോ. കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ളതാണ്. അപ്പൊ കുടുംബശ്രീയുടെ കെ ഉണ്ട് അല്ലെങ്കിൽ കാ ഉണ്ടെന്നൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ്. ഏതാണ്? കെ ലിഫ്റ്റ് എന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി അടുത്ത പോയിന്റ്, ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായിട്ടുള്ള വായു ശക്തി 2024 വേദി പൊക്രാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, വായു നല്ല ശക്തി ഉണ്ടെങ്കിൽ പൊക്കി കൊണ്ടുപോകാൻ പറ്റും. 23 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിട്ടുള്ളത് മഹാരാഷ്ട്രയാണ്. കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിട്ടുള്ളത് മഹാരാഷ്ട്ര. 2ാം സ്ഥാനം തമിഴ്നാടാണ്. അതേപോലെ തന്നെ അതിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടാണ്. ഭാഗ്യചിഹ്നം വീരമങ്കൈ കേട്ടോ. ഭാഗ്യചിഹ്നം വീരമങ്കൈ. അപ്പൊ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ
കിരീടം നേടിയിട്ടുള്ളത് മഹാരാഷ്ട്ര. രണ്ടാം സ്ഥാനത്തുള്ള തമിഴ്നാട്. ആ തമിഴ്നാട് തന്നെയാണ് വേദിയായിട്ടും വരുന്നത്. ഓക്കെ, ഭാഗ്യചിഹ്നം വീരമംഗൈ. ഇനി അടുത്തത് ഒരു പദ്ധതിയാണ്. ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായിട്ട് സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരള പദ്ധതിയാണ് ഓർമ്മത്തോണി എന്ന് പറയുന്നത് കേട്ടോ. ഓർമ്മത്തോണി, നമുക്ക് ഡിമെൻഷ്യ അൽഷിമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, അത് ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഓർമ്മത്തോണി എന്നുള്ളത് പഠിച്ചു വെക്കാം. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക. രണ്ടാം സ്ഥാനം റഷ്യ, മൂന്നാം സ്ഥാനം ചൈന, നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 4 കേട്ടോ. അപ്പൊ അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിട്ടുള്ള മഹാരാഷ്ട്ര. എവിടെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്ന? തമിഴ്നാട് അല്ലെ. അതിന്റെ ഭാഗ്യചിഹ്നം എന്താ? വീരമംഗൈ. ഓർമ്മ കിട്ടുന്നില്ലേ? പിന്നെ നമ്മൾ എന്താ പറഞ്ഞ, പ്രേമ ധൻരാജ് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാമൂഹിക പ്രവർത്തകയും, അങ്ങനെയൊക്കെ ചോദിക്കാട്ടോ ഏത് രംഗത്താണ്. അപ്പൊ സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. അടുത്ത പോയിന്റ് നോക്കാം. UN ഏത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് അല്ലെ. അപ്പോ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാംലിറ്റ്സ് ആണ് 2024 എന്ന് പറയുന്നത്. ക്യാമലിന് 4 കാലുണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ 2024 ആ 4ഉം ക്യാമലുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തേ. അപ്പോൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാംലിറ്റ്സ് ആണ്. ഇനി ഹിമാനികളുടെ സംരക്ഷണത്തിന് അന്താരാഷ്ട്ര വർഷമായിട്ട് UN പ്രഖ്യാപിച്ചുള്ളത് 2025 ആണ്. 2025 എന്താണ്? ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം കേട്ടോ. ദ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ 2025. 2023 എന്തിന്റെ ആയിരുന്നു? മില്ലറ്റ്സിന്റെ ആയിരുന്നു അല്ലെ. ഇനി 66ാമത്തെ ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മിഡ് നൈറ്റ്സ് ആണ്. മിഡ് നൈറ്റ്സ് എന്ന് പറയുന്നത് ടൈലർ സ്വിഫ്റ്റിന്റെ ആണ് കേട്ടോ. 66ാമത്തെ ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മിഡ് നൈറ്റ് അല്ലെ. അപ്പൊ മികച്ച ആൽബം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ആൽബം ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. മിഡ് നൈറ്റിലൊക്കെ ചിലപ്പോൾ നമ്മൾ എണീറ്റ് ആൽബം ഒക്കെ എടുത്ത് കാണും എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ടൈലർ സ്വിഫ്റ്റിന്റെ ആണെന്നുള്ള കാര്യം ഓർക്കുക. മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം 4ാം തവണയും നേടുന്ന ആദ്യ വ്യക്തിയാണ് ടൈലർ സ്വിഫ്റ്റ്. ടൈം മാഗസിന്റെ 2023 പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ടൈലർ സ്വിഫ്റ്റ് ആണ്. അപ്പൊ ഈ പോയിന്റുകളൊക്കെ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ കേട്ടോ. 2023 പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ടൈലർ സ്വിഫ്റ്റ് ആണ്. അതേപോലെ തന്നെ മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം 4ാം തവണയും നേടുന്ന ആദ്യ വ്യക്തിയാണ് ടൈലർ സ്വിഫ്റ്റ്. 66ാമത്തെ ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം കേട്ടോ. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദിസ് മൊമെന്റ് ആണ്. ഏതാണ്? ദിസ് മൊമെന്റ്. ഓക്കെ, പ്രശസ്ത ഗായകൻ ശങ്കർ മഹാദേവനും തബല മാന്ത്രികൻ സക്കീർ ഹുസൈനും ഉൾപ്പെടുന്ന സംഗീത ബ്രാൻഡായിട്ടുള്ള ശക്തിയുടെ ആൽബമാണ് ദിസ് മൊമെന്റ്. അപ്പോൾ മ്യൂസിക് ആൽബം എന്ന് പറയുമ്പോൾ ദിസ് മൊമെന്റ്. അല്ലാത്ത ആൽബം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഏതാണത്? മിഡ് നൈറ്റ് ആണ്. മിഡ് നൈറ്റ് നമ്മൾ ആൽബം ഒക്കെ എടുത്ത് കാണും. മ്യൂസിക് ആൽബം എന്ന് പറയുമ്പോഴാണ് ദിസ് മൊമെന്റ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറയാണ്. 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി അറിയാത്ത ടെസ്റ്റ് ബൗളിംഗ് ആണ് അല്ലെ. അപ്പൊ ബൗൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബോള് ബും എന്നും പറഞ്ഞു വന്നു എന്നൊക്കെ ഓർക്കുക കേട്ടോ. അപ്പൊ ജസ്പ്രീത് ബുംറയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത പോയിന്റ് നോക്കാം. ലോകത്തെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം ചോദിക്കുകയാണെങ്കിൽ ബംഗളൂരു ആണ് കേട്ടോ. ഏറ്റവും തിരക്കുള്ള, ലോകത്തിലെ ഏറ്റവും ഗതാഗത തിരക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം ചോദിക്കുകയാണെങ്കിൽ ബംഗളൂരു ആണ്. ലോകത്തിലെ ചോദിക്കുകയാണെങ്കിൽ അത് ലണ്ടൻ ആണ്. ലോകത്തിൽ എവിടെയാണ്? ലണ്ടൻ ആണ് അല്ലെ. നമ്മൾ പറയാറില്ലേ ലണ്ടനിലെ മണ്ടന്മാർ എന്ന് പറയാറില്ലേ. അപ്പൊ ലണ്ടനിൽ നിറച്ച് മണ്ടന്മാരാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണെന്നൊക്കെ ഓർക്കുക കേട്ടോ. ഗതാഗതം ഭയങ്കര തിരക്കാണെന്നൊക്കെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി കോടതികളിൽ ഫീ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റി അധ്യക്ഷനാണ് VK മോഹനൻ കമ്മിറ്റി. കോടതികളിൽ ഫീ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റി അധ്യക്ഷനാണ് VK മോഹനൻ കമ്മിറ്റി. 2024 ലോക ക്യാൻസർ ദിന പ്രമേയം ചികിത്സാ വിടവ് ഇല്ലാതാക്കുക. ക്ലോസ് ദി കെയർ ഗ്യാപ്പ് കേട്ടോ. ഓക്കെ, 2024 ലോക ക്യാൻസർ ദിന പ്രമേയം എന്താണ്? ചികിത്സാ വിടവ് ഇല്ലാതാക്കുക, ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. നമ്മൾ ഇന്നലെ പ്രമേയത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് കാണാം. 2022 പ്രമേയത്തിന്റെ തുടർച്ചയാണ് 2024 വരെ നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ 2022 to 2024 വരെയുള്ള സെയിം പ്രമേയം തന്നെയാണ്, സെയിം തീം തന്നെയാണ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ്.
തുടർച്ചയായിട്ട് 6 കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചുള്ള രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയിട്ടുള്ളത് നിർമ്മല സീതാരാമൻ. ഓക്കെ, തുടർച്ചയായിട്ട് 6 കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയിട്ടുള്ള ആരാണ്? നിർമ്മല സീതാരാമൻ. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. അപ്പൊ തുടർച്ചയായിട്ട് 6 കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ വ്യക്തി മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ് കേട്ടോ. ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ UN ഏത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം അല്ലെ. ഹിമാനികളുടെ സംരക്ഷണത്തിന് അന്താരാഷ്ട്ര വർഷം ഏതാ? 2025. പിന്നെ 66ാമത്തെ ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബം മിഡ് നൈറ്റ്സ്. പിന്നെ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ചോദിക്കുകയാണെങ്കിൽ ദിസ് മൊമെന്റ്. പിന്നെ വിന്റർ ഗെയിംസിന്റെ വേദികൾ ലഡാക്കും ഗുൽമാർഗും നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന്റെ ഭാഗ്യചിഹ്നം ഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിമപ്പുലിയാണ്. 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബോളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരം. എങ്ങനെ ബോൾ ചെയ്യുന്ന? ബും പറഞ്ഞിട്ട് ബോൾ ചെയ്യാം അല്ലെ. ജസ്പ്രീത് ബുംറ. ലോകത്തെ ഏറ്റവും ഗതാഗത തിരക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം ബംഗളൂരു ആണ്. ലോകത്തിലെ ഏറ്റവും ഗതാഗത തിരക്കുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ ലണ്ടൻ ആണ്. കോടതികളിൽ ഫീ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റി അധ്യക്ഷൻ VK മോഹനൻ കമ്മിറ്റി. 2024 ലോക ക്യാൻസർ ദിന പ്രമേയം ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. ഇനി തുടർച്ചയായിട്ട് 6 കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയിട്ടുള്ളത് നിർമ്മല സീതാരാമൻ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയിട്ടുള്ള നാണയം 75 രൂപ നാണയമാണ് കേട്ടോ. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയിട്ടുള്ള നാണയം 75 രൂപ നാണയം. ഓക്കെ, ഇനി പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആരാ? EP നാരായണൻ പെരുവണ്ണാൻ. ഓക്കെ, പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണൻ പെരുവണ്ണാൻ. EP നാരായണൻ പെരുവണ്ണാൻ. ഇനി ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, ബഹിരാകാശ യാത്രികർക്കായിട്ടുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. ഓക്കെ, ബഹിരാകാശത്തൊക്കെ പോവാന്ന് പറഞ്ഞാൽ മഹാകാര്യമാണ് അല്ലെ. മഹാരാഷ്ട്ര എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. നവി മുംബൈയിലാണ്. ഇനി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ചുള്ള സംസ്ഥാനം കേരളമാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് വേണം കേട്ടോ. ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ചുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് തുളസി വനം ആരംഭിച്ചിട്ടുള്ള ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാ? കോന്നി ഇക്കോ ടൂറിസം കേട്ടോ. തുളസിയും കൊന്നപ്പൂ എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വയ്ക്കാം അല്ലെ. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് തുളസി വനം ആരംഭിച്ചിട്ടുള്ള ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. ലോകത്ത് ആദ്യമായിട്ട് നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത് US ആണ്. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത് US ആണ്. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥ ഏതാണ്? ആത്മകഥ എന്ന് തന്നെയാണ് കേട്ടോ. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥ ഏതാണ്? ആത്മകഥ. അപ്പൊ ഒന്നുകൂടെ പോയിന്റ്സ് നോക്കാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയിട്ടുള്ള നാണയം 75 രൂപ നാണയം. പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആദ്യ തെയ്യം കലാകാരൻ EP നാരായണൻ പെരുവണ്ണാൻ. ബഹിരാകാശ യാത്രികർക്കായിട്ടുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് വരുന്നത് അല്ലെ. അപ്പൊ മഹാകാര്യാണ് ബഹിരാകാശത്തൊക്കെ പോവാന്നുള്ളത് ഓർത്തു വെക്കാം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ചുള്ള സംസ്ഥാനം കേരളം. കേരളത്തിൽ ആദ്യമായിട്ട് തുളസി വനം ആരംഭിച്ചുള്ള ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. ലോകത്ത് ആദ്യമായിട്ട് നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത് US ആണ്. പിന്നെ KM മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ. അടുത്തത് എന്താണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ളത് നോക്കാം. ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക കേട്ടോ. അപ്പൊ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറഞ്ഞാല് ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാനായിട്ട് സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് അല്ലെ. ഹണ്ട് ചെയ്ത് കണ്ടുപിടിക്കുക, ലഹരി മരുന്നൊക്കെ കണ്ടുപിടിക്കുക കേട്ടോ. അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാം. ഇനി VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല ഏതാ? പാലക്കാട് ജില്ലയിലാണ്. VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല പാലക്കാട് ജില്ല. ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസം ഡെവിൾ സ്ട്രൈക്ക്. ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായിട്ട് നടത്തുന്ന സൈനിക അഭ്യാസം ചോദിക്കുകയാണെങ്കിൽ അത് ഡെവിൾ സ്ട്രൈക്ക് കേട്ടോ. ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായിട്ട് നടത്തുന്ന സൈനിക അഭ്യാസം ഏതാണ്? ഡെവിൾ സ്ട്രൈക്ക്.
തുടർച്ചയായിട്ട് 3-ാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ജയ്ഷ അല്ലെ. തുടർച്ചയായിട്ട് 3-ാം തവണയും അയാൾ തന്നെ ജയിച്ചു എന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ. അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ ക്രിക്കറ്റിൽ നമ്മൾ ജയിക്കണം അല്ലെ. അപ്പൊ ജയ്ഷ തുടർച്ചയായിട്ട് 3-ാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ജയ്ഷ. ഇനി ISRO വിക്ഷേപിച്ചിട്ടുള്ള ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം പോയം 3 ആണ് കേട്ടോ. പോയം 3 എന്ന് പറയുന്നത് PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ ആണ്. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ ഇതാണ് പോയം എന്ന് പറയുന്നത്. അപ്പൊ ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം പോയം. എന്താ പോയം എന്ന് പറയുന്നത്? PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ. ഓക്കെ. ഇനി അടുത്തത് ആദ്യമായിട്ട് മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച എലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ന്യൂറോ ലിങ്ക് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ആയിട്ട് ലിങ്ക് കൊടുത്തേക്കാണ്. ന്യൂറോ ലിങ്ക് ആണ് കേട്ടോ. സോറി, ന്യൂറാ ലിങ്ക് ആണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച എലോൺ മസ്കിന്റെ കമ്പനി ചോദിക്കുകയാണെങ്കിൽ ന്യൂറാ ലിങ്ക് കേട്ടോ. ന്യൂറാ ലിങ്ക്. അടുത്ത പോയിന്റ് നോക്കാം. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മോണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം എവിടെയാണ്? അത് ലൂവർ മ്യൂസിയം ആണ് അല്ലെ. ലൂവർ മ്യൂസിയം. അപ്പൊ മോണാലിസ ചിത്രത്തിന് ഒരുപാട് ലവേഴ്സ് ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ലവേഴ്സ് അല്ലെങ്കിൽ ലൂവർ എന്നൊക്കെ ഓർക്കുക കേട്ടോ. ലൂവർ മ്യൂസിയം ആണ്, ഫ്രാൻസിലുള്ളതാണ്. അപ്പൊ നമുക്ക് പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. എന്തായിരുന്നു? ഡെവിൾ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായിട്ട് നടത്തുന്ന സൈനിക അഭ്യാസം. പിന്നെ ഓപ്പറേഷൻ ഡി ഹണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാനായിട്ട് പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് 3-ാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിലെ ചെയർമാൻ ആയിട്ടുള്ളത് ആരാ? ജയ്ഷയാണ് അല്ലെ. പിന്നെ എന്തൊക്കെയാ പറഞ്ഞ? ന്യൂറാലിങ്കിനെ കുറിച്ച് പറഞ്ഞു. ആദ്യമായിട്ട് മനുഷ്യ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ചുള്ള എലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഓക്കെ. അപ്പൊ കയറ്റി വിടുന്നത് മിക്കവാറും രാത്രിയാണെന്നൊക്കെ ഓർക്കുക കേട്ടോ. ഗുജറാത്ത് ആണ് ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. 9-ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി നിതീഷ് കുമാർ. 9-ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തി ആരാണ്? നിതീഷ് കുമാർ ആണ് കേട്ടോ. നിതീഷ് കുമാർ ആണ്. അപ്പൊ മഹാത്മാഗാന്ധിയുടെ എത്രാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജാനുവരിയിൽ ആചരിച്ചിട്ടുള്ളത്? 76-ാമത്തെ. ഓക്കെ. മഹാത്മാഗാന്ധിയുടെ എത്രാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജാനുവരിയിൽ ആചരിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ 76ആണ്. അപ്പൊ 1948 ജാനുവരി 30-നാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് കേട്ടോ. ജാനുവരി 30-നാണ്. നമുക്കറിയാം മാർട്ടിയേഴ്സ് ഡേ അല്ലെ. 1948. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഛത്തീസ്ഗഡ്. നമ്മൾ ഇന്നലെ ഛത്തീസ്ഗഡിനെ ബേസ് ചെയ്തിട്ട് ഒരു പോയിന്റ് പറഞ്ഞിരുന്നല്ലോ അല്ലെ. വനിതകൾക്ക് 1000 രൂപ കൊടുക്കുന്ന ഒരു പദ്ധതി തുടങ്ങിയിട്ടുള്ളത് ഛത്തീസ്ഗഡിലാണ് അല്ലെ. എന്താ, കല്യാണം കഴിച്ചിട്ടുള്ള സ്ത്രീകൾക്ക്. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർക്കുക. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഛത്തീസ്ഗഡ്. അപ്പൊ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇനി കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ വേദി തൃശ്ശൂരാണ്. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. 2024 ജാനുവരിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സമരം നടത്തുന്ന യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് ആണ്. 2024 ജാനുവരിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സമരം നടത്തുന്ന യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് കേട്ടോ. അതൊക്കെ ഒന്ന് ജസ്റ്റ് കേട്ടുപോവാ. ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള പുരുഷ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് രോഹൻ ബോപ്പണ്ണയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നതാണ് അല്ലെ. ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള പുരുഷ താരമാണ് രോഹൻ ബോപ്പണ്ണ. ഓക്കെ. ഇനി 2024 വർഷത്തെ ഇന്റർനാഷണൽ കയാക്കിംഗ് ടൂർണമെന്റിന് വേദിയാകുന്നത് അരുണാചൽ പ്രദേശ് ആണ്. 2024 വർഷത്തെ ഇന്റർനാഷണൽ കയാക്കിംഗ് ടൂർണമെന്റിന് വേദിയാകുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശ്. എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ഓക്കെ. അപ്പൊ പോയിന്റ്സ് ഒന്നും കൂടെ നമുക്ക് നോക്കാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ? ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് അല്ലെ. പിന്നെ 9-ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തി നിതീഷ് കുമാർ ആണ്. മഹാത്മാഗാന്ധിയുടെ എത്രാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജാനുവരിയിൽ ആചരിച്ചിട്ടുള്ളത്? 76-ാമത്തെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ഛത്തീസ്ഗഡ് ആണ്. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവ വേദി തൃശ്ശൂരാണ്. 2024 ജാനുവരിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സമരം നടത്തുന്ന യൂറോപ്യൻ ഫ്രാൻസ് ആണ്. ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള പുരുഷ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് രോഹൻ ബോപ്പണ്ണ. 2024 വർഷത്തെ ഇന്റർനാഷണൽ കയാക്കിംഗ് ടൂർണമെന്റിന് വേദിയാകുന്നത് അരുണാചൽ പ്രദേശ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഈ പോയിന്റ്സുകളൊക്കെ നോക്കുക. നമ്മുടെ പോയം ഒന്നും മറക്കണ്ട കേട്ടോ. പോയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ്
മൊഡ്യൂൾ കേട്ടോ. അപ്പൊ എല്ലാ പോയിന്റ്സുകളും നോക്കുക. നമ്മൾ കറക്റ്റ് ആയിട്ട് നോട്ട്സുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും. അപ്പൊ ക്ലാസ്സുകൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഓക്കെ, കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മൾ 2023 2024 ഇമ്പോർട്ടന്റ് ഡേയ്സും പ്രമേയം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ് എങ്ങനെയുണ്ടെന്നും കൂടി കമന്റ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും ബൈ. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.